ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വരാനിരിക്കുന്നവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന, രക്ഷകനായി പിറവിയെടുത്തവൻ്റെ പിറവിക്കായി കാത്തിരിക്കുന്ന കാലമാണ് സഭയിൽ ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്താക്കാലം. ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം വിട്ട് മണ്ണിൽ അവതരിച്ച രക്ഷകനായ ഈശോ മിശിഹായുടെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരുക്ക ദിനങ്ങളിൽ ഈ സമയം ഞാനിവിടെ ഓർക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും വരാനിരിക്കുന്ന രക്ഷകൻ്റെ വളർത്തുപിതാവാകുവാൻ കൃപ ലഭിച്ച പുതിയ നിയമ വേദഗ്രന്ഥം നീതിമാനെന്ന മേൽവിലാസം സമ്മാനിച്ച യൗസേപ്പിതാവിനെയാണ്. നീതിമാൻ എന്ന പട്ടം യൗസേപ്പിതാവിന് ലഭിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ കണ്ടെത്താനാകും. ഒന്ന്, അപമാനത്തിൻ്റെ രഹസ്യവഴി തെരഞ്ഞെടുത്തു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് യഹൂദ വനിതയെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നിയമാവർത്തന പുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇത് നല്ലപോലെ അറിയാവുന്ന യൗസേപ്പിതാവ് മറിയത്തെ ഉപേക്ഷിക്കുവാനുള്ള കാരണം പരസ്യമാക്കാതിരിക്കുമ്പോൾ ഒരു പാവം പെണ്ണിനെ ചതിച്ചയാൾ എന്ന മേൽവിലാസത്തോടെയുള്ള പഴിയായിരിക്കും യൗസേപ്പിതാവിന് ലഭിക്കുക. ഒപ്പം വിളിപ്പേരും പിന്നീട് ഇതായിരിക്കും. ഒരു വിവാഹ ജീവിതം പോലും ഒരു പക്ഷേ നിഷേധിക്കപ്പെടും. അതിനാൽ മറിയത്തെ അപമാനിതയാക്കാതിരിക്കുവാൻ അപമാനത്തിൻ്റെ വഴി യൗസേപ്പിതാവ് സ്വയം തെരഞ്ഞെടുത്തു. അതെ സ്നേഹമുള്ളവരെ, നിദ്ര പോലുള്ള ഒരാളുടെ ഏറ്റവും നിസ്സാരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോലും സ്വർഗം ഇറങ്ങി വരുന്നത് ഇതുകൊണ്ടാണ്. ഇത് ദൈവത്തിന് പോലും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ മനുഷ്യാവതാരത്തിൻ്റെ മഹനീയ രഹസ്യങ്ങൾ ദൈവദൂതൻ വഴി യൗസേപ്പിതാവിന് ദൈവം വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാരണം, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. സ്വർഗീയമായതിനെ മറ്റെന്തിനേയും കാൾ വലുതായി കണ്ടിരുന്ന പിതാവായിരുന്നു യൗസേപ്പിതാവ്. സ്വർഗീയ പദ്ധതികൾക്ക് തൻ്റെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും തടസ്സമെന്ന് കണ്ടപ്പോൾ അതുപേക്ഷിക്കുവാൻ യൗസേപ്പിതാവിന് തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല. അതെ, ദൈവ തിരുമനസ്സിനോടുള്ള പരിപൂർണമായ വിധേയത്വം, പരിപൂർണമായ സമർപ്പണം. ഇങ്ങനെയൊരു സമർപ്പണത്തിൻ്റെ തിരുമുറ്റത്താണ് ഈശോയുടെ തിരുപ്പിറവി. നമുക്ക് വേണമെങ്കിൽ പറയാം, മറിയത്തിന് ചോദിക്കുവാൻ ചില സംശയങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ യൗസേപ്പിതാവിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മറുത്തൊന്നും ചോദിക്കാതെ, ഒരു വിശദീകരണവും ആവശ്യപ്പെടാതെ യൗസേപ്പിതാവ് ദൈവഹിതത്തിന് പരിപൂർണമായും കീഴടങ്ങി. ഒരു പടി കൂടി ചിന്തിച്ച് പറഞ്ഞാൽ, എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തെയും തന്നേക്കാൾ ഉപരിയായി കൂടെയുള്ളവരെയും സ്നേഹിച്ച് കൂടെ നിർത്തി. ഇതായിരുന്നു ഈശോയുടെ വളർത്തുപിതാവായ നീതിമാനായ വിശുദ്ധ യൗസേപ്പിതാവ്. ആകയാൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങുമ്പോൾ അപമാനത്തിൻ്റെ രഹസ്യവഴി തെരഞ്ഞെടുത്ത യൗസേപ്പിതാവിനെ പോലെ ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിധേയത്വത്തിൻ്റെ
മറ്റുള്ളവരെ മനസ്സിലാക്കലിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ അടയാളമായ നീതിമാൻ എന്ന മേൽവിലാസം എന്നിലും നമ്മിലും എന്നും ഉണ്ടായിരിക്കട്ടെ. നന്ദി.